വർഷം 1958. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധവും സ്പേസ് റേസും കൊടുമ്പിരി കൊള്ളുന്ന കാലം. 1957 ആദ്യമായി ഒരു സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഞെട്ടിച്ചു. അതിനാൽ സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്തണമെന്ന് കരുതിയ അമേരിക്ക അടുത്ത് അതിനേക്കാൾ ഉയരത്തിൽ ചന്ദ്രനെ ലക്ഷ്യം വെച്ചു. എങ്ങനെയെങ്കിലും ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കണം. ഇതായിരുന്നു അമേരിക്കയുടെ പ്ലാൻ. സോവിയറ്റ് യൂണിയനും യഥാർത്ഥത്തിൽ ഇതേ കാര്യം തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ പദ്ധതിക്ക് പല ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന റോക്കറ്റ്സ് വേണം. അതിനാൽ സകല ശാസ്ത്രജ്ഞരും അത്തരം ഒരു പുതിയ റോക്കറ്റ് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ മൊത്തം ശ്രദ്ധയും ചന്ദ്രനിലും പുതിയ റോക്കറ്റുകളിലും കേന്ദ്രീകരിക്കപ്പെട്ടു. എന്നാൽ ഈ സമയം കാലിഫോർണിയയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചെറിയൊരു കൂട്ടം ശാസ്ത്രജ്ഞർ മറ്റൊരു അത്ഭുതാവഹമായ ബഹിരാകാശ പദ്ധതി പ്ലാൻ ചെയ്യുകയായിരുന്നു. ചന്ദ്രനേക്കാൾ ഒരുപാട് അപ്പുറം എത്താനുള്ള ഗംഭീരമായ ഒരു പദ്ധതി. കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത്രയേറെ ഭ്രാന്തവും അസാധ്യവുമാണെന്ന് തോന്നിക്കുന്ന ഒരു പദ്ധതി. ലോകം മുഴുവൻ ന്യൂക്ലിയർ ബോംബിന്റെ നിഴലിൽ ഭയന്ന് ജീവിക്കുന്ന കാലമായിരുന്നു അത്. എന്നാൽ ഈ ശാസ്ത്രജ്ഞരുടെ മനസ്സിൽ പുതിയൊരാശയം ഉദിച്ചു. ന്യൂക്ലിയർ ബോംബിനെ ആയുധമാക്കുന്നതിന് പകരം അതിനെ ഒരു ബഹിരാകാശ പേടകത്തിന്റെ എഞ്ചിനായിട്ട് ഉപയോഗിച്ചാലോ? എങ്കിൽ ന്യൂക്ലിയർ വിസ്ഫോടനങ്ങളുടെ ശക്തിയിൽ മുന്നോട്ടു പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കാനാകും. ഈ ആശയം വളരെ വലുതായിരുന്നു. ഇങ്ങനൊരു സ്പേസ് ക്രാഫ്റ്റിന് സാധാരണ റോക്കറ്റുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തയത്ര വേഗത്തിൽ സഞ്ചരിക്കാനും സൗരയൂഥവും താണ്ടി മറ്റ് നക്ഷത്രവ്യൂഹങ്ങളിൽ വരെ എത്താനും കഴിയും. ഇത് വെറും ഒരു സയൻസ് ഫിക്ഷൻ അല്ല. ഇത്തരമൊരു പേടകം ശരിക്കും നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് പ്രോജക്റ്റ് ഓറിയോൺ. സാധാരണ റോക്കറ്റുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഊർജം. പൊതുവെ ഒരു ശരാശരി റോക്കറ്റിന്റെ മൊത്തം ഭാരത്തിൽ ഏതാണ്ട് 90% യഥാർത്ഥത്തിൽ പ്രൊപ്പല്ലന്റ് മാത്രമായിരിക്കും. അതായത് ഇന്ധനവും ഓക്സിഡൈസറും ഒക്കെ. ഏതാണ്ട് 9% റോക്കറ്റിന്റെ ഘടനകളായിരിക്കും. ബാക്കി വെറും ഒരൊറ്റ ശതമാനം മാത്രമായിരിക്കും പേലോഡ്. ആസ്ട്രോണറ്റ്സും സാറ്റലൈറ്റ്സും ഉപകരണങ്ങളും അങ്ങനെ റോക്കറ്റ് കൊണ്ടുപോകുന്ന സകല സാധനങ്ങളെയുമാണ് പേലോഡ് എന്ന് പറയുന്നത്. ഈ പേലോഡിൽ 1 കിലോഗ്രാം കൂടുതൽ ചേർക്കണമെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ 20 കിലോഗ്രാം ഇന്ധനം കൂടുതൽ വേണ്ടിവരും. പക്ഷേ ആ 20 കിലോഗ്രാം ഇന്ധനം ചുമക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇന്ധനം വേണം. ചുരുക്കി പറഞ്ഞാൽ സാധാരണ റോക്കറ്റ്സ് ഉപയോഗിച്ച് ബഹിരാകാശത്തിൽ എത്തുന്നത് കാര്യക്ഷമത തീരെ ഇല്ലാത്ത ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ 1940കളിൽ മാത്തമാറ്റീഷ്യനും ഫിസിസിസ്റ്റുമായ സ്റ്റാനിസ്ലോ ഉലാം പുതിയൊരാശയം മുന്നോട്ട് വെച്ചു. സാധാരണ കെമിക്കൽ ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റിന് പകരം ന്യൂക്ലിയർ പവേർഡ് റോക്കറ്റ് നിർമ്മിക്കാമെന്ന ആശയം. ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിച്ച പ്രശസ്തമായ മാൻഹട്ടൻ പ്രോജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സ്റ്റാനിസ്ലോ ഉലാം. എന്നാൽ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ മറ്റുപയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്തെന്നാൽ അസാമാന്യമായ അളവിൽ ഊർജം പുറത്തുവിടുന്ന ഗംഭീര വിസ്ഫോടനങ്ങളാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്. ഏതെങ്കിലും വിധത്തിൽ ഈ ഊർജം ശേഖരിക്കാൻ പറ്റിയാൽ അത് മനുഷ്യരാശിക്കൊരു വലിയ നേട്ടമായിരിക്കുമെന്ന് സ്റ്റാനിസ്ലോയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഇതിനെ സ്പേസ് ക്രാഫ്റ്റ് എഞ്ചിനായിട്ട് ഉപയോഗിക്കാമെന്ന ആശയത്തിലെത്തിയത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഡിസൈനും റെഡിയാക്കി. അദ്ദേഹത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ഈ സ്പേസ് ക്രാഫ്റ്റിൽ 100 കണക്കിന് മുതൽ 1000 കണക്കിന് വരെ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടായിരിക്കും. പൾസ് യൂണിറ്റ്സ് എന്നാണ് ഈ ബോംബുകളെ പറയുന്നത്. എന്തെന്നാൽ ഏതാനും ചില സെക്കൻഡുകളുടെ ഇടവേളകളിൽ ഈ ബോംബ്സ് ഓരോന്നായി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും കുറച്ച് മീറ്റേഴ്സ് അകലെ എത്തുന്നതും ഈ ബോംബുകൾ പൊട്ടും. സ്പേസ് ക്രാഫ്റ്റിന് പിന്നിൽ വളരെ കട്ടി കൂടിയ വലിയൊരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. പുഷർ പ്ലേറ്റ് എന്നാണ് ഈ പ്ലേറ്റിന് നൽകിയിരിക്കുന്ന പേര്. വിസ്ഫോടനത്തിൽ നിന്ന് പുറത്തു വരുന്ന ഊർജം ഈ പുഷർ പ്ലേറ്റിലായിരിക്കും വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആഘാതം താങ്ങാൻ കഴിയുന്ന രീതിയിൽ വളരെ ശക്തമായിട്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുഷർ പ്ലേറ്റിന് മാത്രം പല ദശലക്ഷം കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. അങ്ങനെ ഊർജം വന്ന് പതിക്കുന്നതിന്റെ ആഘാതത്തിൽ സ്പേസ് ക്രാഫ്റ്റ് ആക്സിലറേറ്റ് ആകും. പക്ഷേ ഈ ആഘാതം വളരെ തീവ്രമായിരിക്കും. സ്പേസ് ക്രാഫ്റ്റ് മൊത്തം വളരെ വയലന്റ് ആയിട്ട് കുലുങ്ങും. അതിനാൽ പുഷർ പ്ലേറ്റിനും സ്പേസ് ക്രാഫ്റ്റിനും ഇടയിൽ വളരെ ശക്തമായ ഒരു ഷോക്ക് അബ്സോർബിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് ആഘാതത്തിനെ സ്മൂത്ത് ആക്കി മാറ്റാൻ സഹായിക്കും. അതായത് വാഹനങ്ങളിലെ ഷോക്ക് അബ്സോർബേഴ്സ് പ്രവർത്തിക്കുന്നത് പോലെ. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റ് വളരെ നോർമൽ ആയിട്ട് തന്നെ ആക്സിലറേറ്റ് ആകും. ഓരോ തവണ ബോംബ് പൊട്ടുമ്പോഴും സ്പേസ് ക്രാഫ്റ്റ് കൂടുതൽ ആക്സിലറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ സ്പേസ് ക്രാഫ്റ്റിന് അതിശയകരമായ വേഗത കൈവരിക്കാനാകും. ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ എന്നാണ് ഈ ടെക്നോളജിക്ക് നൽകിയിരിക്കുന്ന പേര്. കണക്കുകൂട്ടലുകൾ പ്രകാരം ഇത്തരമൊരു സ്പേസ് ക്രാഫ്റ്റിന് 10,000 km/s വേഗത്തിൽ വരെ സഞ്ചരിക്കാനാകും. സാധാരണ റോക്കറ്റുകൾക്ക് ഇതിന്റെ 2% വേഗത പോലും കൈവരിക്കാൻ പറ്റില്ല.
ഓർക്കുക, 10,000 km/s എന്നത് പ്രകാശവേഗതയുടെ ഏതാണ്ട് 3.5%. ഈ വേഗത്തിൽ പോയാൽ 4.5 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള പ്രോക്സിമ സെന്റൗറിയിലെത്താൻ വെറും 130 വർഷങ്ങൾ മതി. എന്നാൽ സാധാരണ റോക്കറ്റിന് 10,000 കണക്കിന് മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെ വേണം. അത്രയേറെ എഫിഷ്യന്റ് ആയ ഒരു ടെക്നോളജിയാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തു. 1958 അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി എന്നൊരു സംഘടന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രൂപീകരിച്ചു. എങ്ങനെയെങ്കിലും സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന രൂപീകരിച്ചത്. പരാജയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഒരുപക്ഷെ വിജയിക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്റ്റാനിസ്ലോയുടെ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ എന്ന ആശയം ഈ സംഘടന ഏറ്റെടുത്തു. എന്നിട്ട് ഈ ടെക്നോളജി നിർമ്മിക്കാനുള്ള പ്രോജക്റ്റ് ജനറൽ അറ്റോമിക്സ് എന്നൊരു കമ്പനിക്ക് കോൺട്രാക്ട് നൽകി. കമ്പനിയാണ് ഈ പ്രോജക്റ്റിന് ഓറിയോൺ എന്ന പേര് നൽകിയത്. ശേഷം തിയോഡ്രെ ടെയ്ലർ എന്നൊരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ഓറിയോൺ പദ്ധതി ആരംഭിച്ചു. ടെയ്ലറും പണ്ട് മാൻഹട്ടൻ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരാളാണ്. കേട്ടപ്പോൾ തന്നെ ഈ പദ്ധതിയുടെ സാധ്യതകൾ ടെയ്ലറിന് മനസ്സിലായി. പക്ഷേ ഈ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കി മാറ്റണമെങ്കിൽ കഴിവുള്ള ശാസ്ത്രജ്ഞർ മാത്രം പോരാ എന്ന് ടെയ്ലറിന് അറിയാമായിരുന്നു. എന്തെന്നാൽ ഈ പ്രോജക്റ്റിന് ശരിക്കും ആവശ്യം മിക്ക ആളുകൾക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളതും യഥാർത്ഥ ദീർഘവീക്ഷണമുള്ളതുമായവരെയാണ്. ഭാഗ്യവശാൽ ടെയ്ലറിന് അത്തരമൊരാളെ അറിയാമായിരുന്നു. അതാണ് ഫ്രീമാൻ ഡൈസൺ. ഇദ്ദേഹം ആരാണെന്ന് പോലും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബഹിരാകാശവും സയൻസ് ഫിക്ഷനുമൊക്കെ ഇഷ്ടപ്പെടുന്നവര് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടാകും. ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ്, മാറ്റർ സ്റ്റെബിലിറ്റി, ന്യൂക്ലിയർ വെപ്പൺസ് തിയറി എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ഡൈസൺ ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാത്തിനുമുപരി ഡൈസൺ സ്ഫിയർ പോലെയുള്ള ബ്രഹ്മാണ്ഡമായ സാങ്കല്പിക ടെക്നോളജികളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചിരുന്ന ഒരാളും കൂടെ ആയിരുന്നു ഡൈസൺ. അതുകൊണ്ട് തന്നെ ഓറിയോൺ പ്രോജക്റ്റിലേക്ക് ടെയ്ലർ ഡൈസണെയും കൊണ്ടുവന്നു. ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെ വലിപ്പം എങ്ങനെയായിരിക്കണം, മനുഷ്യർക്ക് അതിജീവിക്കാൻ തക്ക വിധത്തിൽ അതിന്റെ ആക്സലറേഷൻ എങ്ങനെ നിയന്ത്രിക്കണം, ഓറിയോണിനെ എങ്ങനെ സ്റ്റേബിൾ ആക്കണം, ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നീ കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനമായും പഠനം നടത്തിയത് ഡൈസണാണ്. ഡൈസന്റെ കണക്കുകൂട്ടൽ പ്രകാരം ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് സാധാരണ റോക്കറ്റ്സിൽ നിന്നും വിപരീതമാണ്. അതായത് സാധാരണ റോക്കറ്റ്സിന്റെ വലിപ്പം കൂട്ടുന്നതാണ് പ്രശ്നം, എന്നാൽ ഓറിയോണിന്റെ വലിപ്പമാണെങ്കിൽ കൂട്ടുന്നതാണ് നല്ലത്. കാരണം വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഓറിയോൺ കൂടുതൽ എഫിഷ്യന്റുമാകും, ആക്സലറേഷൻ കൂടുതൽ സ്മൂത്തുമാകും. എല്ലാത്തിനുമുപരി വലിപ്പം കൂടുമ്പോൾ അത് കൂടുതൽ സുരക്ഷിതവുമായിരിക്കും. അങ്ങനെ ഓറിയോൺ പ്രോജക്റ്റിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനനുസരിച്ച് ഇത് വെറും ഒരു സൈദ്ധാന്തിക ടെക്നോളജി എന്ന ആശയത്തിൽ നിന്നും അനിവാര്യമായ ഒന്നാണെന്ന ചിന്ത എല്ലാവർക്കും വരാൻ തുടങ്ങി. കാരണം ഇത് അത്രയേറെ മികച്ച ടെക്നോളജിയാണ്. എന്തായാലും ഓറിയോണിന്റെ വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള നിരവധി ഡിസൈൻസ് ഡൈസൺ തന്നെ തയ്യാറാക്കി. ഏറ്റവും ചെറുതിന് വെറും 900 ടൺസ് ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വരാൻ പോകുന്ന NGLV റോക്കറ്റുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാം. കാരണം അതിനും ഏതാണ്ട് ഇത്രയും ഭാരമുണ്ടായിരിക്കും. പക്ഷേ NGLVക്ക് പരമാവധി 30 ടൺ പേലോഡ് വരെ മാത്രമേ ചുമക്കാൻ കഴിയൂ. എന്നാൽ ഇതേ വലിപ്പത്തിലുള്ള ഓറിയോണിനാണെങ്കിൽ 300 ടൺസിൽ കൂടുതൽ പേലോഡ് ചുമക്കാൻ കഴിയും. അതായത് സാധാരണ റോക്കറ്റുകൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിന്റെ 10 മടങ്ങ് പേലോഡ് ഓറിയോണിന് കൊണ്ടുപോകാൻ പറ്റും. അഡ്വാൻസ്ഡ് ഇന്റർപ്ലാനറ്ററി ഓറിയോൺ എന്ന് പേര് നൽകിയിരിക്കുന്ന 10,000 ടൺ ഭാരമുള്ള ഓറിയോണിന്റെ ഡിസൈനാണെങ്കിൽ 6,000 ടൺ പേലോഡ് കൊണ്ടുപോകാൻ കഴിയും. 6,000 ടൺസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഭാരം എന്നത് ഏതാണ്ട് 450 ടൺസ് ആണ്. ഇത് നിർമ്മിക്കാൻ 13 വർഷങ്ങൾ കൊണ്ട് 42 റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടത്തേണ്ടി വന്നു. എന്നാൽ അഡ്വാൻസ്ഡ് ഇന്റർപ്ലാനറ്ററി ഓറിയോണിന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇതുപോലത്തെ 60 സ്പേസ് സ്റ്റേഷൻസ് സ്പേസിൽ എത്തിക്കാൻ കഴിയും. അത്രയേറെ ഗംഭീരമാണിത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഡൈസന്റെ ഏറ്റവും വലിയ ഡിസൈൻ സൂപ്പർ ഓറിയോൺ ഇന്റർസ്റ്റെല്ലാർ സ്റ്റാർഷിപ്പ് ആയിരുന്നു. ഇതിന് 80 ലക്ഷം ടൺ ഭാരമുണ്ടായിരിക്കും. എന്നുവെച്ചാൽ പൂർണ്ണ വളർച്ചയെത്തിയ 53,000 നീല തിമിംഗലങ്ങളുടെ അത്ര ഭാരം. 1300 അടിയാണ് ഇതിന്റെ വീതി. വെറും ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്നതിലുപരി സൂപ്പർ ഓറിയോൺ ഒരു വലിയ ബഹിരാകാശ കോളനി പോലെയായിരിക്കും. ഇങ്ങനെ അസാമാന്യമായ വലിപ്പത്തിൽ പോലും ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. എന്നാൽ ഈ വലിപ്പത്തിന് പുറമെ ഓറിയോണിന്റെ വേഗതയും ശാസ്ത്രജ്ഞരെ ആകർഷിച്ച മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഓറിയോണിന്റെ ചില ഡിസൈനുകൾക്ക് പ്രകാശത്തിന്റെ 5% വേഗത വരെ കൈവരിക്കാനാകും. ഈ വേഗത്തിൽ സഞ്ചരിച്ചാൽ വെറും ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ പ്രോക്സിമ സെന്റൗറിയിൽ എത്താനാകും. പക്ഷേ ഇതെല്ലാം വെറും സൈദ്ധാന്തികം മാത്രമാണ്.
ഓറിയോൺ എത്രത്തോളം പ്രാവർത്തികമാണെന്നറിയണമെങ്കിൽ അതിനെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഓറിയോണിനെ വെച്ച് ഓർബിറ്റൽ വെപ്പൺസ് നിർമ്മിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ആർപ്പയ്ക്കൊപ്പം US എയർഫോഴ്സും ഓറിയോൺ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 1959 ആയപ്പോഴേക്കും ഇത് അത്രത്തോളം പ്രായോഗികമല്ല എന്ന് തോന്നിയതുകൊണ്ടും സാധാരണ റോക്കറ്റ്സ് ഉപയോഗിച്ച് തന്നെ ഒരുപാട് ദൗത്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടും തൽക്കാലം ഈ പ്രോജക്റ്റിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയതിനാൽ ആർപ്പ ഇതിൽ നിന്ന് പിന്മാറി. ശേഷം ഈ പ്രോജക്റ്റ് US എയർഫോഴ്സ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തു. ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഇത് അത്യധികം അപകട സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും പൂർണ്ണ തോതിലുള്ള ഓറിയോൺ പരീക്ഷണങ്ങൾ അസാധ്യമായിരുന്നു. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബുകൾക്ക് പകരം സാധാരണ ചെറിയ ബോംബുകൾ ഉപയോഗിച്ച് 1959 മുതൽ ഗവേഷണ സംഘം ഓറിയോൺ പരീക്ഷണങ്ങൾ തുടങ്ങി. വളരെ ചെറിയ ടെസ്റ്റ് മോഡൽസ് ഉപയോഗിച്ചാണ് അവർ ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. ഒട്ടുമിക്ക ടെസ്റ്റ് മോഡൽസിനും 1-2 അടി വീതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വലുത് ഹോട്ട് റോഡ് എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു മോഡലായിരുന്നു. ഇതിന് 105 കിലോഗ്രാം ഭാരവും 1.5 മീറ്റർ ഉയരവും ഉണ്ടായിരുന്നു. അവരുടെ പരീക്ഷണങ്ങളിൽ ഏറ്റവും ഉയരത്തിലെത്തിയതും ഇത് തന്നെയാണ്. 452 കിലോഗ്രാം ബ്ലാക്ക് പൗഡർ ഉപയോഗിച്ചാണ് അവർ ഇതിനെ ലോഞ്ച് ചെയ്തത്. ശേഷം 6 C4 ബോംബുകൾ ഉപയോഗിച്ചാണ് പിന്നെ ഉയർന്നു പൊങ്ങിയത്. അങ്ങനെ ഇത് നിലത്തു നിന്നും 105 മീറ്റേഴ്സ് ഉയരത്തിലെത്തി. മുകളിലെത്തിയ ശേഷം പാരച്യൂട്ട് ഉപയോഗിച്ച് സേഫ് ആയിട്ട് തന്നെ ഇത് തിരിച്ച് ലാൻഡും ചെയ്തു. വളരെ വയലന്റ് ആയ വിക്ഷേപണമായിരുന്നെങ്കിലും അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹോട്ട് റോഡ് വളരെ സേഫ് ആയിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പരീക്ഷണങ്ങളെല്ലാം മനോഹരമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 1965 US എയർഫോഴ്സും ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു. എന്തെന്നാൽ അപ്പോഴേക്കും മിലിറ്ററി ആയുധങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. ബഹിരാകാശത്ത് നിന്നും ന്യൂക്ലിയർ മിസൈൽസ് അയച്ച് ആക്രമിക്കുന്ന ഒരു സംവിധാനം നിർമ്മിക്കണമെന്നതായിരുന്നു ഓറിയോണിന് പിന്നിൽ US എയർഫോഴ്സ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ 1950കളുടെ അവസാനമായപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഡെവലപ്പ് ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഈ മിസൈൽസിനെ അയച്ച് ആക്രമണം നടത്താൻ സാധിക്കും. ഇത്രയും മികച്ച ഒരു സംവിധാനമുള്ളപ്പോൾ പിന്നെ ഓറിയോന്റെ ഒരാവശ്യവുമില്ല എന്ന് എയർഫോഴ്സിന് തോന്നി. അതുകൊണ്ടാണ് പ്രധാനമായും അവരിതിനെ ഉപേക്ഷിച്ചത്. എയർഫോഴ്സിന് പുറമെ നാസയും ഈ പ്രോജക്റ്റിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എയർഫോഴ്സിന് പിന്നാലെ നാസയും ഈ പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ ഇത്രയും മികച്ച ഒരു ടെക്നോളജിയെ എന്തുകൊണ്ടാണ് നാസ പോലും ഉപേക്ഷിച്ചത്? ഓറിയോണിനെ നാസ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നില്ലേ? ഉദാഹരണത്തിന് വോയേജർ 2 പേടകം നെപ്റ്റ്യൂണിലെത്താൻ 12.5 വർഷങ്ങളെടുത്തു. എന്നാൽ ഇതിന് പകരം അഡ്വാൻസ്ഡ് ഇന്റർസ്റ്റെല്ലാർ ഓറിയോൺ ആയിരുന്നെങ്കിൽ ഏതാനും ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ എത്താമായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നാസ പോലും ഇതിനെ ഉപേക്ഷിച്ചത്? ഓറിയോന്റെ ഏറ്റവും വലിയ പ്രശ്നം അപകട സാധ്യതയായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. എന്തെന്നാൽ ആ കാലഘട്ടങ്ങളിൽ മനുഷ്യരാശി ബഹിരാകാശം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ടെക്നോളജികളും സ്വാഭാവികമായും അത്രത്തോളം അഡ്വാൻസ്ഡും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശ സംബന്ധമായ അപകടങ്ങളും അന്ന് വളരെ സർവ്വസാധാരണമായിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ പോലും നഷ്ടമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഓറിയോന്റെ അപകട സാധ്യതയെ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാം. എന്നാൽ മറ്റ് ബഹിരാകാശ പദ്ധതികളുടെ അപകടങ്ങളെല്ലാം തന്നെ ലോക്കലായി സംഭവിക്കുന്നവയാണ്. ഒരു റോക്കറ്റ് പൊട്ടിച്ചിതറിയാൽ അതിലുണ്ടായിരുന്നവരും അതിന്റെ സമീപത്തുണ്ടായിരുന്നവരും മാത്രമേ അപകടത്തിലാവുകയുള്ളൂ. എന്നാൽ ഓറിയോൺ അങ്ങനെയല്ല. വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും ലോഞ്ച് ഫെയിലിയർ ഉണ്ടായാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ന്യൂക്ലിയർ ബോംബുകൾ അവിടെ ഒരുമിച്ച് പൊട്ടിത്തെറിക്കും. ഒരു മഹാദുരന്തം തന്നെ അവിടെ ഉണ്ടാകും. അതിനേക്കാൾ പ്രശ്നമെന്നത് ഒരുപക്ഷെ ഇത് കുറേ ദൂരം ഉയർന്നു പൊങ്ങിയ ശേഷമാണ് ഫെയിലിയർ ആകുന്നതെങ്കിൽ ലോകം മുഴുവൻ അതിന്റെ റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് ഉണ്ടാകും. അതിനേക്കാൾ ഭയാനകമെന്നത് ഈ ആയിരക്കണക്കിന് ന്യൂക്ലിയർ ബോംബ്സ് എല്ലാം ഒരുപക്ഷെ ലോകത്തിൽ പലയിടങ്ങളിലായി ചെന്ന് വീണ് പൊട്ടിത്തെറിക്കും. ലക്ഷക്കണക്കിന് മുതൽ പല കോടിക്കണക്കിന് പേര് വരെ ഇതിൽ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെറുമൊരൊറ്റ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന് ലോകത്തെ മുഴുവൻ ബാധിക്കാൻ കഴിയും. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്ര വലിയ റിസ്ക് ആണ്. ഈ പറഞ്ഞത് ഫെയിലിയർ ആകുന്നതിന്റെ കാര്യമാണ്. അങ്ങനെയെങ്കിൽ പരമാവധി സൂക്ഷിച്ച് മാത്രം ഇത് കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പൂർണ്ണമായും വിജയകരമായി വിക്ഷേപിക്കുന്ന ഒരു ഓറിയോൺ പോലും വളരെ ഡേഞ്ചറസ് ആണ്. എന്തെന്നാൽ വിജയകരമായി വിക്ഷേപിക്കുന്നവയിൽ നിന്ന് പോലും റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് ഉണ്ടാകും. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഭൂമിയിലുള്ള 10 പേർക്ക് ക്യാൻസർ പിടിപെടാൻ ഈ ഫോൾ ഔട്ട് തന്നെ ധാരാളമാണ്. ഓർക്കുക, ഒരൊറ്റ ഓറിയോൺ വിക്ഷേപണത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. EMP ആണ് ഓറിയോന്റെ മറ്റൊരു പ്രശ്നം. 100 കണക്കിന് ന്യൂക്ലിയർ ബോംബ്സിന്റെ വിസ്ഫോടനങ്ങൾ കാരണം വളരെ മാസീവായ EMP ഉണ്ടാകും.
പല ഭൂഖണ്ഡങ്ങളിലുമുള്ള മൊത്തം ഇലക്ട്രിക്കൽ ഗ്രിഡ്സും റേഡിയോസും ട്രാൻസ്ഫോമേഴ്സും അങ്ങനെ പലതും ഇൻസ്റ്റന്റ് ആയിട്ട് കരിച്ചു കളയാൻ ഇതിന് സാധിക്കും. ഇങ്ങനെ ഓറിയോണിന് മാരകമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനുമുപരി ഈ പദ്ധതിക്ക് വളരെ വലിയൊരു വെല്ലുവിളിയും നേരിടേണ്ടി വന്നു. എന്താണെന്നാൽ 1963 യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും യുണൈറ്റഡ് കിങ്ഡവും ചേർന്ന് പാർഷ്യൽ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ഉടമ്പടി സൈൻ ചെയ്തു. ഈ ഉടമ്പടി വെള്ളത്തിനടിയിലും അന്തരീക്ഷത്തിലും ബഹിരാകാശത്തിലും വെച്ച് നടത്തുന്ന സകല ന്യൂക്ലിയർ വിസ്ഫോടനങ്ങളും ബാൻ ചെയ്തു. നിർഭാഗ്യവശാൽ അന്തരീക്ഷത്തിൽ വെച്ച് ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ നടത്തിയാൽ മാത്രമേ ഓറിയോൺ പദ്ധതി പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഓറിയോൺ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റാതെയായി. അങ്ങനെ ഒടുവിൽ 1965 നാസയും എയർഫോഴ്സും ചേർന്ന് പ്രോജക്റ്റ് ഓറിയോൺ അവസാനിപ്പിച്ചു. 1950കളിൽ മനുഷ്യരാശി ബഹിരാകാശ പര്യവേഷണം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രൻ പോലും വിദൂരമായ ഒരു വലിയ സ്വപ്നമായിരുന്നു. എന്നിട്ടും ഒരു കൂട്ടം പേര് മാഴ്സിലും മറ്റ് നക്ഷത്രവ്യൂഹങ്ങളിലുമൊക്കെ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നത് യഥാർത്ഥത്തിൽ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ശാസ്ത്രസ്നേഹികളെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. പ്രോജക്റ്റ് ഓറിയോൺ ഉപേക്ഷിച്ചുവെങ്കിലും അതിന്റെ ആശയം ഇന്നും മായാതെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ട പുതിയ ആശയങ്ങൾ ഇന്നും പലരും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനേക്കാൾ അത്ഭുതം എന്താണെന്നാൽ സമീപകാലത്ത് ഭൂമി മാരകമായി എന്തെങ്കിലും അപകടം നേരിടുകയാണെങ്കിൽ മനുഷ്യർക്ക് ഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു ഗ്രഹത്തിലേക്കോ നക്ഷത്രവ്യൂഹത്തിലേക്കോ പോകണമെങ്കിൽ അതിന് നിലവിൽ മനുഷ്യരാശിയുടെ പക്കലുള്ള ഏറ്റവും പ്രാക്ടിക്കലായ ഒരേ ഒരു മാർഗമെന്നത് യഥാർത്ഥത്തിൽ പ്രോജക്റ്റ് ഓറിയോൺ ആണ്.